നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. PC ജോർജിനെതിരെ കൂടുതൽ നടപടി തീരുമാനിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് 3 അംഗ സമിതി. സസ്പെൻഷൻ തുടരാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനം. മാണി ഒരു ചുക്കും ചെയ്യില്ലെന്ന് PC ജോർജ്. വർഗീയ കക്ഷിയായ ലീഗുമായി ഒരു സഹകരണവുമില്ലെന്ന് കോടിയേരി. ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് CPM പറയുമെന്ന് കരുതുന്നില്ലെന്ന് ET. കരിപ്പൂർ വിമാനത്താവള വെടിവെപ്പിൽ 4 CASF ജവാന്മാർ അറസ്റ്റിൽ. CASFൽ അച്ചടക്ക നടപടി തുടരുന്നു. ഡെപ്യൂട്ടി കമാൻഡന്റിനെ നീക്കി. ജീവനക്കാർക്ക് പോലീസ് സംരക്ഷണം നീട്ടണമെന്ന് എയർപോർട്ട് അതോറിറ്റി. ഇടുക്കി ബിഷപ്പിനെതിരെ ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി നടേശൻ. ബിഷപ്പ് വിഷം കുത്തുന്ന വർഗീയവാദി. മതപരിവർത്തനത്തിനായി ക്രിസ്ത്യൻ സമുദായം വിദേശ പണം ഒഴുക്കുന്നു. ബിഷപ്പിന്റെ പ്രസ്താവനയിൽ ഖേദമെന്ന് KCBC. CP നായർ വധശ്രമ കേസ് പിൻവലിക്കാൻ സർക്കാർ അനുമതി നൽകിയത് ആഭ്യന്തര സെക്രട്ടറിയുടെ എതിർപ്പിനെ മറികടന്ന്. CP നായരുടെ കത്തും അവഗണിക്കപ്പെട്ടു. കേസ് പിൻവലിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമെന്ന് മുഖ്യമന്ത്രി. ലളിത് മോദിക്ക് വിദേശയാത്ര നടത്താൻ സഹായം നൽകിയ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വിവാദ കുരുക്കിൽ. മാനുഷിക പരിഗണനയാൽ ബ്രിട്ടീഷ് സർക്കാരിന് കത്തയച്ചുവെന്ന് സുഷമ. രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ്. മന്ത്രി കത്തയച്ചതിൽ തെറ്റില്ലെന്ന് അമിത്ഷാ. വിശദമായി PC ജോർജിനെ അയോഗ്യനാക്കി പുറത്താക്കാൻ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ധാരണ. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ചു. സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് KM മാണി പറഞ്ഞു. അതേസമയം ജോർജിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകി. PC ജോർജിനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടികൾക്ക് കൊച്ചിയിൽ ചേർന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അംഗീകാരം നൽകി. ജോർജിനെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കാൻ 3 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. തോമസ് ഉണ്ണിയാടൻ, ആന്റണി രാജു, ജോയ് എബ്രഹാം എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് KM മാണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലെ പ്രവർത്തനവും നിയമസഭയിലെ നിലപാടുകളും സമാന്തര പാർട്ടി പ്രവർത്തനങ്ങളും പരിശോധിച്ച് തുടർ നടപടികൾ ശുപാർശ ചെയ്യുന്നതിനുമായി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മിറ്റിയിൽ ജോയ് എബ്രഹാം MP, തോമസ് ഉണ്ണിയാടൻ ചീഫ് വിപ്പ്, ആന്റണി രാജു XMLA എന്നിവരടങ്ങിയ അന്വേഷണ സമിതിയെ യോഗം ചുമതലപ്പെടുത്തുകയുണ്ടായി. എന്നാൽ PC ജോർജിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ തീരുമാനം. PC ജോർജിനെ അയോഗ്യനാക്കി പുറത്താക്കാനുള്ള നടപടിയാകും വരും ദിവസങ്ങളിൽ പാർട്ടി സ്വീകരിക്കുക. ഇതിനനുസരിച്ചുള്ള റിപ്പോർട്ടാകും ഉപസമിതി നൽകുക. ഏറ്റവും അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് പാർട്ടി ചെയർമാന് സമർപ്പിക്കുമെന്ന് കേരള കോൺഗ്രസ് വൃത്തങ്ങൾ സൂചന നൽകി. റിപ്പോർട്ടർ, കൊച്ചി. ആന്റണി രാജു, PC ജോർജ്, ജേക്കബ് ജോർജ് തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും ഉള്ളത്. ശ്രീ ആന്റണി രാജു, അയോഗ്യനാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയാണോ താങ്കൾ അടങ്ങുന്ന 3 അംഗ സമിതിയെ നിയോഗിച്ചത്? തീർച്ചയായിട്ടും. കാരണം ഇന്നലെ വരെ PC ജോർജ് സസ്പെൻഷനിലായിരുന്നു. ആ സസ്പെൻഷൻ നടപടികൾക്ക് ഇന്ന് റാറ്റിഫിക്കേഷൻ കഴിഞ്ഞു. തുടർന്ന് ആ സസ്പെൻഷന് ശേഷമുണ്ടായ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഈ 2 മാസക്കാലത്തെ പ്രവർത്തനങ്ങളിൽ അതിലേറ്റവും സുപ്രധാനം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെയുള്ള അരുവിക്കരയിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെയാണ്. അത് തീർച്ചയായിട്ടും അയോഗ്യതയുടെ വഴിയിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നതെന്ന് ഞങ്ങൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇക്കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തു. അതുകൊണ്ട് അതിലേക്ക് നീങ്ങുന്ന പ്രവർത്തനങ്ങളുടെ ആരംഭത്തിനുള്ള കമ്മിറ്റിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഈ കമ്മിറ്റി എപ്പോൾ വേണമെങ്കിലും റിപ്പോർട്ട് കൊടുക്കാം. ഈ കമ്മിറ്റി ഇനി ഇതുവരെയുള്ള കാര്യങ്ങളുടെ തെളിവുകളെല്ലാം ഇനി ശേഖരിക്കും. ആ തെളിവുകളെല്ലാം ശേഖരിക്കുന്ന പരിപാടികൾ ഒരു വശത്ത് നടക്കും. അതോടൊപ്പം തന്നെ ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ അരുവിക്കരയിലെ അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ഞങ്ങൾ പരിശോധിക്കും. അതെല്ലാം ഞങ്ങൾ ശേഖരിച്ച് നിയമസഭയിലെ 28 ആരംഭിക്കുന്ന നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ മിനിറ്റിലെയും പ്രവർത്തനങ്ങൾ പരിശോധിക്കും. അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം നഷ്ടപ്പെടുന്ന അയോഗ്യനാകുന്ന പാതയിലേക്കുള്ള വഴികളാണെന്ന് ഞങ്ങൾക്കറിയാം. അതായത് പൊതുരാഷ്ട്രീയ രംഗത്ത് നിയമസഭയിലെ പ്രവർത്തനം, അരുവിക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾ, സമാന്തര പാർട്ടി പ്രവർത്തനം ഇതെല്ലാം നോക്കും എന്നുള്ളത്. ഇത് 3 ഇതുവരെയുള്ളത് പരിശോധിച്ചിന്റെ തെളിവുകളെടുക്കും. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തുടരുക. ശ്രീ R ബാലകൃഷ്ണപിള്ള, ഇതുവരെ അത് ആന്റണി രാജുവിന്റെ പ്രസ്താവന മാത്രമായിരുന്നു എങ്കിൽ ഇന്നത് കേരള കോൺഗ്രസ് എം തന്നെ അംഗീകരിക്കുന്നു. ജോർജിനെ അയോഗ്യനാക്കാൻ അവർ നീക്കം തുടങ്ങിയിരിക്കുന്നു. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അയോഗ്യനാക്കാൻ നിന്നുകൊടുക്കുന്നതിന് മുമ്പ് രാജിവെക്കുന്നതായിരിക്കുമോ അഭികാമ്യം? ഞാൻ പറഞ്ഞല്ലോ, ഒരു പാർട്ടിയുടെ അവകാശമാണ്. ആന്റണി രാജുവിന്റെ നിലപാട് ശരിയാണ്. ഞാൻ ഈ വസ്തുതകളായിട്ട് പറയൂ, ആരെയും ഫേവർ ചെയ്ത് പറയത്തില്ല ജീവിതത്തിൽ ഒരിക്കലും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആന്റണി രാജു പറഞ്ഞ കാര്യം, ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു, ആ സിംബലിൽ മത്സരിച്ച് ജയിച്ചയാള് വേണമെങ്കിൽ ഞാൻ ചെയ്തതുപോലെ, ആന്റണി രാജുവിന്റെ ഓർമ്മ ആണെന്ന്, ഞാൻ ചെയ്തതുപോലെ ഞാൻ പോകുന്നു, ഡിസ്ക്വാളിഫിക്കേഷൻ വന്നു,
ഞാൻ പോകുന്നു, എനിക്ക് ഈ മുന്നണിയിൽ നിൽക്കാനൊക്കൂ എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡ് എടുക്കുകയാണ് ന്യായമായി ഒരു രാഷ്ട്രീയമായി നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഇപ്പോഴും ഞാൻ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ശ്രീ പി സി ജോർജിനോട് താങ്കൾ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് ഉപദേശിക്കുകയാണ്. അതൊന്നും ഞാനിപ്പോ ഇതിൽ കൂടെ പറയത്തില്ല. ഞാൻ എന്താണ് വി സി ജോർജിനോട് പറയുക എന്നുള്ളത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് ശരിയല്ലല്ലോ നിതീഷേ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ചാൽ ആ പാർട്ടി പുറത്താക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, UDF നിന്ന് ജയിച്ച ഞാന് LDF പോകാൻ പറ്റുകയില്ല, ഞാനൊരു ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാണ് എന്ന് എഴുതി കൊടുത്ത ആളാണ്. അതാണ് അതിന്റെ മാന്യത. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീ ആന്റണി രാജു നിയമസഭയിൽ പി സി ജോർജ് കെ മാണിയുടെ ബജറ്റിന് അനുകൂലമായി വോട്ട് ചെയ്താൽ നിങ്ങളുടെ വാദം ദുർബലപ്പെടും. ഒരിക്കലുമല്ല, അത് ക്ലാസ് ബി ആണ്. ബാലകൃഷ്ണ സാർ പറഞ്ഞത് 10th ഷെഡ്യൂളിലെ 2B ആണ്. ഞങ്ങളിപ്പോൾ നടപടികളുമായിട്ട് പോകുന്നത് 2A അനുസരിച്ചാണ്. അപ്പോൾ 2Aക്കകത്ത് വിപ്പ് വരുന്നില്ല, വിപ്പ് വരുന്നത് 2Bയിലാണ്. അപ്പോൾ രണ്ടും ഇപ്പോൾ ആദ്യത്തതിനുള്ളതിനുള്ള ഇത് പരിപൂർണമായിട്ട് ഞങ്ങളുടെ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ സ്വയം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയതായി കണക്കാക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിച്ചതിൻ്റെ എല്ലാ തെളിവുകളും എല്ലാ രേഖകളും തെളിവുകളുടെ കൂമ്പാരങ്ങൾ ഞങ്ങളുടെ ആയി കഴിഞ്ഞു. അത് മാത്രം മതി ഇപ്പോഴും അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ. മറ്റേത് നിയമസഭയിലെ പ്രവർത്തനത്തിന് കൂടെ വിപ്പ് വന്നാൽ ഇത് ഒരേ രീതിയിലല്ലേ പരിഗണിക്കുക? നിങ്ങൾ പൊതുരംഗത്ത് പി സി ജോർജ് പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് ആരോപിക്കുമ്പോൾ നിയമസഭയിൽ പാർട്ടി വിപ്പ് അനുസരിച്ച് വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മറ്റത് നിങ്ങളുടെ ആരോപണം മാത്രമാണ്. ഇതാ രേഖാമൂലമായി ഞാൻ മാണിയുടെ ബജറ്റിന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് വാദങ്ങളാണ്. ഇരട്ടത്താപ്പാണത്. കാരണം മറ്റേ എ ചെയ്താൽ മാത്രം മതി, എയും ബിയിൽ ഏതെങ്കിലും ഒരു ഒഫൻസ് ചെയ്താലും അദ്ദേഹം അയോഗ്യനാകുകയാണ് എന്നാണ് താങ്കളുടെ വാദം. ശ്രീ ജേക്കബ് ജോർജ്, അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയമായി എന്തൊക്കെ മാറ്റങ്ങളാണ് 30-ാം തീയതിക്ക് ശേഷം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് 30-ാം തീയതി ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ കേരള കോൺഗ്രസ് എം തീരുമാനിച്ചിരിക്കുന്നു ജോർജിനെ അയോഗ്യരാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക. അതിന് ആന്റണി രാജു ഉൾപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രീ പി സി ജോർജ് പറഞ്ഞത് ഞാൻ രാജിവെച്ച് MLA സ്ഥാനം രാജിവെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്നാണ്. ജോർജിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ മാണി ഗ്രൂപ്പിൻ്റെ ഈ ഔദാര്യം ഒന്നും വേണ്ട. അല്ല, ശരിക്കും പറഞ്ഞാൽ ജോർജിൻ്റെ പോംവഴി, ജോർജിൻ്റെ മുമ്പിലുള്ള വഴികൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഹിന്ദുവിൽ നമ്മുടെ കോട്ടയത്തെ ജോർജ് ജേക്കബ് എഴുതിയിട്ടുണ്ട്. വളരെ നാരോയിങ് ഡൗൺ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ. ശരിക്കും പറഞ്ഞാൽ ജോർജിനെ ഞാൻ വിചാരിച്ചു ജോർജിന് ഇത്തിരിയുടെ കഴിവും ഇത്തിരിയുടെ വലിയൊരു പ്രൊഫൈലും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. ഒരു പിളർപ്പ് എന്തുകൊണ്ട് ജോർജിനെ കേരള കോൺഗ്രസിനകത്ത് ഉണ്ടാക്കിക്കൂടാ? ജോർജ് വിചാരിച്ചാൽ കുറേ പേരെങ്കിലും കൂട്ടിക്കൂടെ? കുറേ ജില്ലാ പ്രസിഡന്റുമാരെ, ജില്ലാ ഭാരവാഹികളെ എല്ലാം കൂടി MLA ഇന്നലെ പറഞ്ഞ ഉണ്ണിയാടിൻ്റെ പേരൊക്കെ ജോർജ് പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ണിയാടിനെ പോലെ ആരെങ്കിലും 1-2 MLA-മാരെയൊക്കെ അദ്ദേഹം ഇത്രയും കാലം കേരള കോൺഗ്രസിനകത്തെ ഏക വൈസ് പ്രസിഡന്റായിട്ട് നിന്ന പി സി ജോർജിനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഒരു പിളർപ്പിലൂടെ ഒരു ഭാഗം തൻ്റെ കൈക്കലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജോർജിന്റെ പ്രസക്തി എന്തെന്ന് അദ്ദേഹം തന്നെ ആലോചിക്കണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ പി സി ജോർജ് MLA സ്ഥാനം രാജിവെച്ചു പോകണം എന്നുള്ളതാണോ നിങ്ങളുടെ ആവശ്യം? വേണ്ട, രാജിവെച്ച് പോകണം എന്നുള്ളതല്ല. വ്യക്തിപരമായി പറഞ്ഞാൽ ഞങ്ങൾ പാർട്ടി ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇനിയും പി സി ജോർജ് ഇപ്പോൾ സസ്പെൻഷൻ മാത്രമാണ്. പി സി ജോർജിന് ഇനിയും മനസ്താപപ്പെട്ട് തെറ്റുതിരുത്തി സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് പാർട്ടിയിൽ മടങ്ങി വരാനുള്ള അവസരം ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട്. ആ അവസരം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ബാലകൃഷ്ണ സാറിൻ്റെയൊക്കെ ഉപദേശം കേട്ട് രാഷ്ട്രീയമായി ടോട്ടലായിട്ട് ഔട്ടാകുന്നതിനേക്കാൾ നല്ലത് പി സി ജോർജിൻ്റെ ഈ സസ്പെൻഷൻ പുറത്താക്കിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടി അംഗമായി നിലനിർത്തിയിരിക്കുകയാണ്. ഈ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത്, അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളതെന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ അങ്ങയുടെ ചോദ്യത്തിന് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എന്താ, അരുവിക്കരയിൽ അദ്ദേഹം വോട്ട് ചോദിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനങ്ങൾ വിശ്വസിക്കുമോ? ആ മുന്നണി വിശ്വസിക്കുമോ? ഒരാളെ കൊണ്ട് കുരുതി കൊടുക്കാൻ നിർത്തിയ ആൾ പറയുന്നത് ഞാൻ വോട്ട് ചെയ്യിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജിനെ കുറിച്ചുള്ള അവശേഷിക്കുന്ന ആ ഒരു വിശ്വാസം അതും കൂടെ ഇന്നലത്തോടുകൂടി നമ്മുടെ ചർച്ചയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയിലൂടെ നഷ്ടപ്പെട്ടില്ലേ? ജേക്കബ് ജോർജ്, മാണിക്കെതിരെ നല്ലൊരു സ്ഥാനാർത്ഥിയെ LDFന് ഒരു കാലഘട്ടത്തിലും നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അത് പല കാരണങ്ങളുണ്ട്. മാണിയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നവരുണ്ട്. അതല്ല, മാണിയെ അവസാന നിമിഷത്തിൽ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി പാലായിൽ ഇല്ല. ജോർജിനെ സംബന്ധിച്ചിടത്തോളം 5 പഞ്ചായത്തുകൾ പൂഞ്ഞാറ്റിൽ നിന്നും പാലായിലേക്ക് പോവുകയും അങ്ങനെ ആ പഞ്ചായത്തുകളുടെ സ്വാധീനമാണ് യഥാർത്ഥത്തിൽ കെ മാണിയെ കഴിഞ്ഞ തവണ 5000 വോട്ടിന് ജയിപ്പിച്ചത് എന്നുമാണ് പി സി ജോർജ് അടക്കമുള്ളവർ പറയുന്നത്.
താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിലേക്കാണ് തിരികെ വരുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ സംഘടനാപരമായി നേരിടാൻ കേരള കോൺഗ്രസ് സെക്യുലറിന് സാധിക്കില്ല. ഇപ്പോൾ രാജിവെക്കുന്നു. ഒരു വർഷത്തെ നിരന്തര പ്രവർത്തനം ജോർജ് നടത്തുന്നു. അതിലൂടെ ജോർജ് സംഭരിക്കുന്ന ശക്തി, ആ ശക്തി കണ്ട് LDF പൂഞ്ഞാറ്റിലോ പാലായിലോ നിർത്തുന്നു. പാലായിലാണ് നിർത്തുന്നതെങ്കിൽ മാണിക്ക് അവിടെ അടിപതറേണ്ടി വന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ആരായിരിക്കും ജോർജ്? തീർച്ചയായിട്ടും അതിന് 2-3 ഈഫ് ഉണ്ട്. ഒന്ന്, KM മാണി ഇനിയും മത്സരിക്കുമോ എന്നുള്ള ചോദ്യം. 2, PC ജോർജിനെ ഇടതുമുന്നണി കൈക്കൊള്ളുമോ എന്ന ചോദ്യം. ഇടതുമുന്നണി PC ജോർജിനെ കൈക്കൊള്ളണം. അദ്ദേഹത്തിന്റെ സെക്യുലർ പാർട്ടിയെ ഇടതുമുന്നണിയിൽ എടുക്കണം. ഇടതുമുന്നണിക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ട് PC ജോർജിനെ അവതരിപ്പിക്കാനുള്ള മാനസിക നില കൈവരണം. ശ്രീ PC ജോർജ്, താങ്കളെ അയോഗ്യനാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ആന്റണി രാജു, ജോയ് തോമസ് അടക്കമുള്ള 3 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയോഗ്യനാക്കാനുള്ള തീരുമാനവുമായി കേരള കോൺഗ്രസ് എം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. ആന്റണി രാജുവിന്റെ വ്യക്തിപരമായ അഭിപ്രായമായിരുന്നില്ല അത്? നികേഷ് വേറെ പണിയൊന്നുമില്ലേ? നികേഷ് പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഈ ഊളപ്പാർ എന്തൊരു ഊളത്തരം കാണിക്കട്ടെന്ന് ആദ്യം നികേഷ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇമാരെന്താ ഇന്ന് കമ്പനി കൊടുത്തിരിച്ച് യഥാർത്ഥം എന്താന്ന് സത്യം അറിയാതെ ചുമ്മാ സമയം കളയേണ്ട കാര്യമുണ്ടോ? അതായത് ഞാൻ ഇലക്ഷൻ കമ്മീഷനോട് പരാതി കൊടുത്തു, പഠിച്ചോ? ആ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മാണിക്ക് നോട്ടീസ് കിട്ടിയിരിക്കുക. 2012 ശേഷം ഭരണഘടന കൊടുത്തിട്ടില്ല. അതിന് ഇലക്ഷൻ കമ്മീഷൻ നിലവിലിരിക്കുന്ന ഭരണഘടന അനുസരിച്ച് മാണിക്ക് എന്റെ പേര് നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അതും ഇതും എന്തെങ്കിലും ബന്ധമുണ്ടോ ശ്രീ PC ജോർജ്? പറഞ്ഞു ബന്ധിപ്പിക്കാം. അപ്പൊ വന്നപ്പോ എന്തുണ്ടായി? ഭരണഘടനയില്ല, ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് ചെയ്തിരിക്കുക. മാണി ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ട് എന്ത് കൊടുക്കും? കൊടുക്കാനൊന്നുമില്ല. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ശാസനയും അംഗീകാരവും നഷ്ടപ്പെടാൻ പോവാ മാണിയുടെ പാർട്ടിക്ക്. അപ്പൊ അതിന് മരുന്ന് എന്താ? ഒരു കാര്യം ചെയ്യുക, ഇവരെല്ലാം കൂടി കള്ളന്മാരെല്ലാം കൂടെ ഒരുമിച്ച് ഒപ്പിടാവല്ലോ, ഒരുമിച്ച് ഇരിക്കുകയല്ലേ, എന്നിട്ട് ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ ഇന്നലെ അറിഞ്ഞത് അതായത് മാണിക്ക് ആരെയും സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഡ് ചെയ്താൽ 2 മാസത്തിനകം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അപ്രൂവൽ മേടിക്കണം. അതിന് 2 മാസം തേതിന് മുമ്പ് അപ്രൂവലിന് വേണ്ടി വെച്ചോ ഇന്ന് കമ്മിറ്റി. അത് പുറത്തറിയാതെ നമ്മുടെ നാണക്കേട് പുറത്ത് പറയാൻ കഴിയല്ലാതെ PCR മുതലത്ത് കയറി മുതലെടുത്തോണ്ടിരിക്കുക. അത് ഒരു ആനക്കാര്യമായിട്ട് നികേഷ് കൊണ്ടു നടക്കുക. ശരി, നോക്കട്ടെ, ഞങ്ങളുടെ കുഴപ്പമായി താങ്കൾ വിലയിരുത്തിക്കോളൂ. ഇവിടെ ചോദ്യം ഇതാണ്, 2 കാര്യങ്ങൾ. ഒന്ന്, താങ്കൾ കഴിഞ്ഞ തവണ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്തതിന് ശേഷം ഇനി ഒരിക്കൽ കൂടി UDFന് വോട്ട് ചെയ്യൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. 28-ാം തീയതി നിയമസഭ തുടങ്ങുമ്പോൾ താങ്കൾ ബജറ്റിന് അനുകൂലമായി വോട്ട് ചെയ്യുമോ ഇല്ലയോ? അത് എനിക്ക് സൗകര്യം പോലെ ചെയ്തോളൂ. അതിനെപ്പറ്റി എന്റെ അഭിപ്രായം അതാണ്. അതെ, അങ്ങനെ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യുക. രണ്ട് പറയട്ടെ. രാജ്യസഭ ഇലക്ഷൻ വോട്ട് ചെയ്തത് എന്റെ അവസാന വോട്ടായിരിക്കും. ഞാൻ പറഞ്ഞതിന് കാരണം എന്താണെന്നറിയോ? എന്റെ ചിന്തയിൽ ഈ ഇലക്ഷൻ ജൂൺ മാസത്തില് നിയമസഭാ സമ്മേളനത്തോടൊപ്പം ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് യമപുരിക്ക് പോകും, തിരിച്ചുവിടുന്ന ഗതികേടുണ്ടാവും. ഉമ്മൻചാണ്ടി രാജിവെക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? അതായത് ഉമ്മൻചാണ്ടി സർക്കാർ നിലനിൽക്കുകയാണെങ്കിൽ താങ്കൾ UDF സർക്കാരിന് തന്നെ വോട്ട് ചെയ്യും. അത് എന്താണെന്നുള്ള എനിക്ക് നിയമപരമായ പല കാര്യങ്ങൾ ആലോചിക്കാണ്. അത് ചാനലിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അല്ല, അതെന്തുകൊണ്ടാണ് താങ്കൾ UDFന്റെ ഭാഗമായി കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകനായി തുടരുമ്പോൾ താങ്കൾക്ക് UDFനെതിരായി വോട്ട് ചെയ്യാൻ കഴിയുമോ ശ്രീ PC ജോർജ്? അത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ആലോചിച്ച് നിയമപരമായി കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഞാൻ എന്താണ് എങ്ങനെയാണ്. ഇപ്പൊ റിപ്പോർട്ടർ ചാനലിലൂടെ ഞാൻ വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ കടുപ്പിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല. ആന്റണി രാജു അക്കാര്യത്തിൽ പറയാൻ പോകുന്നത് ആവശ്യമല്ല. അക്കാര്യത്തിൽ ശ്രീ PC ജോർജ് തീർച്ചയായിട്ടും നിയമസഭയിൽ ഞങ്ങളുടെ വിപ്പ് അനുസരിക്കാനാണ് സാധ്യത. കാരണം അദ്ദേഹം ഇന്നലെ തന്നെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. ഈ നടപടിയിൽ അയോഗ്യത നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അദ്ദേഹം ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് അദ്ദേഹം പറഞ്ഞത് അരുവിക്കരയിൽ അദ്ദേഹം ആ ദാസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കില്ല. അതുപോലെ തന്നെ നിയമസഭയിലും ഈ അംഗത്വം നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയുടെ വിപ്പ് അംഗീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ ഈ ക്ലാസ് എയിലെ നടപടികളിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. ശ്രീ PC ജോർജ്, താങ്കൾ കോട്ടയത്ത് ഇന്നലെ പറയുകയായിരുന്നു രാജി വെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന്. ഈ 3 അക്ഷരം MLA സ്ഥാനം അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ 2 ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചതല്ലേ? എന്തിനാണ് ഈ ഔദാര്യം, മാണിയുടെ ഔദാര്യം താങ്കൾ ഇപ്പോഴും തുടരുന്നത്? അത് 1 വർഷത്തേക്ക് രാജിവെച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് എന്താണ് താങ്കൾ തടയുന്നത്? നിങ്ങൾ അറിയൂ, ഞാൻ രാജിവെച്ചാൽ പോരാ, മാണിയും രാജിവെക്കണം.
എന്റെ ഔദാര്യം കൊണ്ടാ മാണി ഇപ്പൊ നിയമസഭയെ കുത്തിയിരിക്കുന്നത്. സെനയിലായി ആ മനുഷ്യൻ നിയമസഭയെ കുത്തിയിരിക്കുന്നത് എന്റെ ഔദാര്യം കൊണ്ടാ. എങ്ങനെയാ താങ്കളുടെ ഔദാര്യം എങ്ങനെയാ മാണിക്ക്? മാണി എങ്ങനെ കഴിഞ്ഞ അവിടുത്തെ വോട്ടെണ്ണി നോക്കാം, അപ്പൊ അറിയാം. എന്റെ നിയോജക മണ്ഡലത്തിൽ പോയ മേഖലയിലെ വോട്ട് കണ്ട മാണി ജയിച്ചത്. അത് മാണി ജയിക്കുമോ? അല്ല, അതും PC ജോർജ് പിന്നെ മാണിയോടൊപ്പം ഇല്ലായിരുന്നപ്പോഴും 50 വർഷമായി ജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ കെ മാണി? ആന്റണി രാജു പറയുന്നു 50 വർഷമായി കേരള നിയമസഭയിലുള്ള ഒരാളെ കുറിച്ചാണ് ശ്രീ PC ജോർജ് താങ്കൾ ഇങ്ങനെ പറയുന്നത്. PC ജോർജ് ഇല്ലായിരുന്നപ്പോഴും അദ്ദേഹം ജയിച്ചിട്ടുണ്ടല്ലോ. ജോസഫ് ഗ്രൂപ്പിലുള്ള സമയത്ത്, താങ്കൾ ജോസഫ് ഗ്രൂപ്പിലുള്ള സമയത്തും മാണി ജയിച്ചിട്ടുണ്ടല്ലോ. രാജു ഒരു കാര്യം ചെയ്യാം, ഞാനും രാജുവൊക്കെ അയാളും രാജുവൊക്കെ മാണിയും കൂടെ നമുക്ക് പാലായി തന്നെ ഒന്ന് മത്സരിച്ച് നോക്കാം, ആര് ജയിക്കും. മാണി സാർ എന്തിനാ രാജിവെക്കുന്നത്? മാണി സാർ മാണി സാർ എന്തിന് രാജിവെക്കണം? മാണി സാർ ഡിസ്ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ ഡിസ്ക്വാളിഫിക്കേഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പ് ഇപ്പൊ രാജിവെക്കുക PC ജോർജ് പൂഞ്ഞാറ്റിൽ നിന്ന്, എന്നിട്ട് അടുത്ത തവണ പാലായിൽ മാണിക്കെതിരെ മത്സരിക്കുക. ജോർജിന്റെ ഔദാര്യത്തിലാണ് മാണി ജയിച്ചത് എന്ന വാദമുണ്ട് എങ്കിൽ അങ്ങനെയല്ലേ അത് പ്രൂവ് ചെയ്യേണ്ടത്? അല്ല, അങ്ങനെയാണെങ്കിൽ പാലായിൽ മത്സരിക്കണം അടുത്ത തവണ. മാണി ഞാൻ പൂഞ്ഞാറ് മത്സരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. കാരണം പൂഞ്ഞാറ് നിയോജകമുള്ള എന്റേതാണ്. ഞാൻ പൂഞ്ഞാറ് വിട്ട് മത്സരിക്കാറില്ല. പക്ഷെ പൂഞ്ഞാറ് വിട്ട് മാണിയെ തോൽപ്പിക്കാൻ ഞാൻ നിൽക്കണം എന്ന സാഹചര്യമാണ്. ഞാൻ നിൽക്കും. മാണിയെ അടുത്ത നിയമസഭ കാണിക്കണം. വെല്ലുവിളിച്ചിരിക്കുന്നു. ഒരു കൊല്ലല്ലേ ഉള്ളൂ. തന്റെ അടുത്ത് വെല്ലുവിളിക്കുന്നു. മാണി അടുത്ത നിയമസഭ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്ന് കാണുകയില്ല. ഞാൻ വെല്ലുവിളിച്ചിരിക്കുന്നു. പാലാ നിയോജക മണ്ഡലത്തിൽ നിന്നും മാണി അടുത്ത തവണ നിയമസഭ കാണില്ല. PC ജോർജിന്റെ വെല്ലുവിളി ഞങ്ങൾ എന്തിനാ ഗൗരവമായിട്ട് എടുക്കുന്നത്? കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞെന്താ, എന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഈ പാർട്ടിക്ക് കഴിയില്ല. സസ്പെൻഡ് ചെയ്താൽ ഞാനിവിടെ ബോംബുകൾ പൊട്ടിച്ച് തെറിപ്പിക്കും. ഞങ്ങൾ സസ്പെൻഡ് ചെയ്തില്ലേ? ഇപ്പൊ അടുത്ത നടപടിയിലേക്ക് പോകുന്നില്ലേ? അപ്പോ ഞങ്ങൾ ഇതൊന്നും ഇത്രയും നാള് ഞങ്ങൾ കാണിച്ച സഹിഷ്ണുത ഇതുകൊണ്ടല്ല, ജോർജിനെ ഭയന്നുകൊണ്ടല്ല. ജോർജ്, ഇവിടെ ആന്റണി രാജു കുറെ പ്രസക്തമായ കാര്യങ്ങൾ പറയുന്നു. അതെനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന്, താങ്കൾ വലിയ ബോംബുകൾ പൊട്ടിക്കുന്നു. ഒരു ബോംബ് ഇവിടെ പൊട്ടിയില്ല. താങ്കൾ കേരള കോൺഗ്രസ് എമ്മിന് ബദലായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു പറഞ്ഞു. ആകെ ഉണ്ടായിരുന്നത് താങ്കളോടൊപ്പം പണ്ടുണ്ടായിരുന്ന കുറെ സെക്യുലർകാരായിരുന്നു. അപ്പൊ അതും ഒരു വലിയ ഇതായില്ല. ഇപ്പൊ താങ്കൾ ഇവിടെ അയോഗ്യനാക്കുന്ന നടപടികളിലേക്ക് പോകുമ്പോഴും താങ്കള് അയോഗ്യനാകുമെന്ന തോന്നലാണ്. കാരണം ഇവര് പറയുന്നതാണ് എപ്പോഴും ശരിയാകുന്നത്. അവര് പറയുന്നത് ശരിയാകാരാ. ഒരു 100 ഗുണ്ടകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരുത്തിന് മുഖത്ത് അടിക്കുക എന്നുവെച്ചാ ചോദിക്കുക, ഗുണ്ടകളെല്ലാം കൂടെ അവനെന്തിനാ അടി മേടിച്ചേ? അതിന് മറുപടി എന്താ? നികേഷെപ്പോഴും വിവരമുള്ളവന്മാർ ഇവരൊക്കെ പറയാമോ? അരുവിക്കര നിയോജക മണ്ഡലത്തിൽ ഞാൻ വോട്ട് ചോദിച്ചാൽ ഒരു ചുക്ക് തന്നെ ചെയ്യാനാ. ആദ്യം രാജ്യം മനസ്സിലാക്കിക്കോ. എങ്കിൽ പിന്നെ ഇതാ എയർ ടൈം ഫ്രീ PC ജോർജിന് വോട്ട് ചോദിക്കുക. എനിക്ക് അവരോടൊക്കെ ചെയ്യും. എന്ത് ഞാനൊന്ന് കാണട്ടെ. യുവമാരെ ഡിസ്മിസ് ചെയ്യാത്തേ, അവരെ ഡിസ്മിസ് ചെയ്യാൻ വെല്ലുവിളിക്കാൻ. അല്ല, അത് ഞാൻ ഇന്നലെ ചോദിച്ചു. നിങ്ങൾക്ക് പാർട്ടിക്കില്ലാത്ത പരാതി നിയമസഭയിലെ സ്പീക്കർക്ക് എഴുതി കൊടുക്കുന്നതുകൊണ്ട് അതൊന്നും. അപ്പൊ തന്നെ ആന്റണി രാജു പറയുന്നത് എന്താണ്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയോഗ്യനാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കിയാൽ കേരള കോൺഗ്രസ് പാർട്ടി MLA സ്ഥാനം കൂടെ കൊണ്ട് അദ്ദേഹം പോവും. MLA സ്ഥാനം ഞങ്ങളുടെ അല്ലേ, പാർട്ടിയുടെ അല്ലേ? കേരള കോൺഗ്രസ് എം പാർട്ടിയാണ് ജോർജിനെ നിലക്ക് നിർത്തേണ്ടത്. പുറത്താക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ് എം പാർട്ടിയാണ്. അപ്പം അതിൽ കോൺഗ്രസിൻ്റെ സന്ദേശമുണ്ടോ? ഇങ്ങനെ നമുക്ക് അവസാന ഘട്ടത്തിൽ 5-6 മാസമല്ലേ ഉള്ളൂ ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിന് വേണ്ടി. ഈ അവസാന കാലഘട്ടത്തിൽ ആരെയും UDFൽ കയറൂരി വിടണ്ട, നമുക്കൊരു കെട്ടുറപ്പോടുകൂടി പോകാമെന്ന് ഉള്ള സന്ദേശം. കേരള കോൺഗ്രസ് തൽക്കാലം PC ജോർജിൻ്റെ നടപടിയെടുക്കണമെങ്കിൽ അരുവിക്കര കഴിയണം. അരുവിക്കര കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇപ്പം നമുക്ക് ഈ 3-അംഗ സമിതി, ആന്റണി രാജു ഉൾപ്പെട്ട 3-അംഗ സമിതിക്ക് കാലാവധി ഒന്നും നിശ്ചയിച്ച് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ നാളെ കൊടുക്കാം, അരുവിക്കര കഴിഞ്ഞിട്ട് കൊടുക്കാം, അരുവിക്കര കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് കൊടുക്കാം. അതിനൊന്നും സമയപരിധിയൊന്നും ഇല്ല. അതുകൊണ്ട് അവർക്കിഷ്ടം പോലെ ആലോചിച്ച് യഥാസമയം തീരുമാനമെടുക്കാനുള്ള സാവകാശമുണ്ട്. പക്ഷേ ഇതെല്ലാം തീരുമാനിക്കുന്നത് അരുവിക്കര തന്നെയായിരിക്കും. അരുവിക്കര UDF പിടിച്ചാൽ ഉമ്മൻചാണ്ടി വളരെ ശക്തനായിട്ട് മുഖ്യമന്ത്രിയായി തുടരും. അതിൽ ഇടതുമുന്നണിക്ക് പ്രയാസമുണ്ടാവും. അത് തീർച്ചയായിട്ടും PC ജോർജിന് മനപ്രയാസം ഉണ്ടാക്കും. അപ്പോൾ ജോർജിന് എന്തായിരിക്കും പിന്നീട് വഴി? അങ്ങനെ വരുമ്പോഴേക്ക് ഇടതുമുന്നണിക്ക് UDFൽ നിന്ന് ഘടകകക്ഷികളെ കിട്ടാതെ വന്നാൽ
തീർച്ചയായിട്ടും PC ജോർജിന്റെ മുമ്പിൽ ഇടതുമുന്നണി ഒരു കവാടം തുറക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശ്രീ PC ജോർജ്, മോറൽ ഓഫ് ദി സ്റ്റോറി ഇതാണ്, ഇടതുമുന്നണി തോൽക്കണം എന്ന് നിങ്ങളൊക്കെ ആഗ്രഹിക്കണം. ഇപ്പോൾ LDF പ്രവേശം കാത്തു നിൽക്കുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും ഉണ്ടല്ലോ, അവർ ഇടതുമുന്നണി തോൽക്കണമെന്ന് ആഗ്രഹിക്കണം. നികേഷ് എന്താ പറ്റി? ഈ അടുത്ത കാലം 2-3 ദിവസമാണല്ലോ ഈ കുഴപ്പം തുടങ്ങിയിട്ട്. വല്ല മരുന്നും കുടിച്ചോ ഇവരുടെ? എനിക്കറിയില്ല. ഈ നികേഷ് ഭേദമായിരുന്നല്ലോ, എന്ത് പറ്റി? ഇവിടെ ജേക്കബ് തോമസിനെ പോലെ മാധ്യമ പ്രവർത്തനാകരുത്. ജേക്കബ് തോമസ് കാലം ഒന്നാം തരം നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനാ. അത് ഇന്നലെ പറഞ്ഞു. വിഷയത്തിലേക്ക് തിരുവനന്തപുരത്ത് വന്നപ്പോ പുള്ളി ജോസഫ് ഗ്രൂപ്പ് ആയതാ. അതുകൊണ്ട് പുള്ളി പറയുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. പറയണവരെല്ലാം ജോസഫ് ഗ്രൂപ്പ് ആക്കിയാൽ ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഞങ്ങളെ ആയി പോവും. ഒരു പട്ടിക്കുറുക്കനും നിങ്ങളുടെ കൂടത്തിലില്ല. രാജു മനസ്സിലായില്ലേ? നിങ്ങളോട് ആയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് 11 പേരും നേരത്തെ ബാലകൃഷ്ണ സാർ ഞാൻ കരുതലായിട്ട് പറഞ്ഞു. മാണി എന്നാ പറഞ്ഞേ? ആന്റിരാജിനെ മൈൻഡ് ചെയ്തോ? ചുമ്മാ ആന്റിരാജി നടന്നോ പുറകെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒന്നും നിങ്ങളുടെ സൗകര്യത്തിൽ കിട്ടുകയില്ല. നിങ്ങളുടെ അഴിമതിക്ക്, നിങ്ങളുടെ സ്വജനപക്ഷപാത്, നിങ്ങളുടെ കൊള്ളക്കെതിരെ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ പടപൊരുതും. ആ പൊടിപൊരുതുമ്പോ എനിക്ക് ആരാണ് സഹായം എന്ന് വെച്ചാൽ ദൈവം തമ്പുരാനും ജനങ്ങളും. ശ്രീ PC ജോർജ്, നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ. താങ്കൾ ഇനി അഥവാ ഈ ആന്റണി രാജു അടങ്ങുന്ന സമിതിയുടെ ശുപാർശ പ്രകാരം അയോഗ്യനാക്കപ്പെടുന്നതിനുള്ള നടപടികൾക്ക് വിധേയനാവുകയാണോ എങ്കിൽ, നേരത്തെ ശ്രീ R ബാലകൃഷ്ണപിള്ള കാണിച്ച ഒരു മാതൃകയുണ്ടല്ലോ, ഇതാ ഞാൻ എൻ്റെ MLA സ്ഥാനം രാജിവെക്കുന്നു, എന്നിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുക. അതല്ലേ ഇന്നലെ കോട്ടയത്ത് പറഞ്ഞത്? ചുമ്മാ ഇല്ല നികേഷ് എന്നെ അറിഞ്ഞോണ്ടാ വർത്തമാനം പറയുന്നത്. രാഷ്ട്രീയത്തിൽ ABCD അറിയിച്ചത് നികേഷ് പറയുന്നതനുസരിച്ച് കിടത്തിച്ചാടാൻ നടക്കാണോ ഞാൻ? അത് ഞാൻ രാജി വെക്കണ്ടപ്പോ രാജിവെക്കും. മനസ്സിലായോ? അല്ല, പിന്നെ കോട്ടയത്ത് പറഞ്ഞ എന്തിനാണ് ഞാൻ രാജിവെക്കാൻ പോവാണെന്ന്? എനിക്ക് സൗകര്യങ്ങളൊക്കെ പറയുന്നേ. അല്ല, അത് നിൽക്കട്ടെ. ഈ സ്പീക്കർക്ക് കൊടുത്ത പരാതിയുടെ കണ്ടന്റ് എന്താണ്? ആ കത്ത് എവിടെ കിട്ടും? ആ കത്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ തരും. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, തന്നിട്ടുമുണ്ട്. എന്തിനാണ് റിപ്പോർട്ടർ ചെയ്യാൻ കൊടുത്തു പോലെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ഒരു നന്ദി എനിക്ക് എന്നും PC ജോർജിനോട് ഉണ്ടാവും. ശ്രീ PC ജോർജ്, ആ കത്തിന്റെ കണ്ടന്റ് എന്താണ്? നന്ദിയുണ്ടോ? കണ്ടന്റ് എന്താണ്? ആ കത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, മാണിക്ക് എന്റെ പേര് നടപടി ചെയ്യിക്കാൻ അവകാശമില്ല. ഞാന് മാണി ആദ്യം ലയിച്ചത് ഞാനാണ്. അതിന് എന്റെ അനുവാദമില്ലാതെ ജോസഫിനെ കൂടി മാണി ചേർത്തത് എന്നോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ്. ജോസഫ് ഇങ്ങോട്ട് വന്നത് തന്നെ എന്നോടുള്ള കുശുമ്പാണ്. അതുകൊണ്ട് എന്റെ പേര് നടപടി സ്വീകരിക്കാൻ മാണിക്ക് അവകാശമില്ല. 1. 2, ഞങ്ങളൊരു കോൺഫെഡറേഷനാണ്. ആ കോൺഫെഡറേഷൻ വൈസ് ചെയർമാനെ എന്റെ പേര് നടപടി സ്വീകരിക്കാൻ മാണിക്ക് അവകാശമില്ല. മാണിയുടെ ഭരണഘടന അനുസരിച്ചും പറ്റുകയില്ല. 3, ഞാന് ഒരു MLA എന്ന നിലയിൽ എനിക്ക് കടമ നിർവഹിക്കുമ്പോൾ എനിക്ക് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശം എന്ന് പറഞ്ഞ് കമ്മിറ്റിയിൽ എന്നെ വിളിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്റെ അഭിപ്രായം ചോദിക്കണം. എന്റെ അഭിപ്രായം ചോദിക്കാതെ 8 പേരും കൂടി തീരുമാനമെടുത്തിട്ട് അത് അനുവദിച്ചോളാൻ നീ അത് ചെയ്തേരാ എന്ന് പറയുന്നത് മര്യാദയല്ല. PC ജോർജ് N ശക്തൻ എന്ന സ്പീക്കർക്ക് കത്ത് നൽകുന്നതിലൂടെ ജോർജ് അത് നേരത്തെ ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ KM മാണിയുടെയോ ഒക്കെ തന്നെയും മനസ്സിലിരിപ്പ് കണ്ടു എന്നാണോ? ഒരു അന്തിമ പോരാട്ടത്തിന് ജോർജ് ഒരുങ്ങുന്നു എന്നാണോ? എങ്ങനെയാണ് താങ്കൾ അത് വായിച്ചെടുക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ജോർജിന് ഒരു പോരാട്ടം നടത്താനുള്ള ആരോഗ്യമുണ്ട്, അതിനുള്ള ശേഷിയുണ്ട്, അതിനുള്ള രാഷ്ട്രീയ ബുദ്ധിയുണ്ട്, തൻ്റെ ഇടവുമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി എല്ലാ പിന്തുണയും കൊടുക്കാൻ ഞാനും തയ്യാറാണ്. ഒരു കാര്യം കൂടെ നികേഷ് എനിക്കിപ്പോൾ പറയാനുണ്ട്. എൻ്റെ അച്ഛനെക്കുറിച്ച് ഇന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നത് വലിയ പാപമാണോ? കോൺഗ്രസ്സുകാരനാകുന്നതും കമ്മ്യൂണിസ്റ്റുകാരനാകുന്നതും കേരളത്തിൽ എങ്ങനെയാണ് അത് മോശമായിട്ട് പറയുന്നത്? എൻ്റെ അച്ഛൻ 40കളിൽ PC ജോർജ്, പുത്തൻപുരക്കൽ ചാക്കോ ജോർജ് എന്ന് പറയുന്ന PC ജോർജ്, എൻ്റെ അപ്പൻ എൻ്റെ നാട്ടിൽ പുല്ലാട്, കുമ്പനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. 40കളിൽ കുറെ ക്രിസ്ത്യാനികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. പിന്നീട് അദ്ദേഹം വിട്ടു. അതുകൊണ്ട് അദ്ദേഹം അതിന് അഭിമാനിക്കുകയും ചെയ്യുന്നു. കാരണം അദ്ദേഹം കേരള കോൺഗ്രസ്സുകാരനാണെന്ന് PC ജോർജ് പറഞ്ഞില്ലല്ലോ. എനിക്കതിൽ അഭിമാനമുണ്ട്. ഞാനൊരു കേരള കോൺഗ്രസ്സുകാരന്റെ മകനാണെന്ന് PC ജോർജ് ആരോപിക്കാത്തതിൽ എനിക്ക് അഭിമാനമുണ്ട് ജോർജെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ജോർജ് ചെയ്യുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും നീക്കങ്ങൾക്കും ഒരു തിരുവനന്തപുരത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പോഴും എന്ന നിലയ്ക്ക് ഞാൻ എല്ലാ പിന്തുണയും തരും, തീർച്ചയായിട്ടും.
ഓക്കെ. ആ ഏകപ്പ എനിക്ക് സ്നേഹം വന്നേ. ആ ആളെന്ന് പറഞ്ഞ് ഞാൻ ബഹുമാനിക്കുന്നു എന്നാ പറഞ്ഞത്. ആ നല്ല മനുഷ്യന്റെ മകനാണ്. പക്ഷെ ആ മകൻ എങ്ങനെ ഈ കേരള കോൺഗ്രസിന് പുറകെ നടക്കുന്നത് എനിക്കറിയത്തില്ലെന്നാ പറഞ്ഞത്. ജോസഫ് ഗ്രൂപ്പ് ആയിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഒന്നും പണക്കണ്ട. ശ്രീ ജേക്കബ് ജോർജ്, PC ജോർജിന് താങ്കളുടെ ഉപദേശം എന്താണ് ഈ ഘട്ടത്തിൽ? കേരളത്തിന്റെ രാഷ്ട്രീയം എവിടെ നിൽക്കണമെന്ന് പഠിക്കണം. നേരത്തെ ബാലകൃഷ്ണൻ പറഞ്ഞില്ല, ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ആ പാർട്ടി നേതാക്കന്മാരെ ചീത്ത വിളിക്കരുതെന്ന് ബഹുമാനപ്പെട്ട ബാലകൃഷ്ണപിള്ളയാ പറയുന്നത്. ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തെ ഈ കേരള കോൺഗ്രസിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ്. കേരള കോൺഗ്രസ് സംസ്കാരം മുഴുക്കെ ഉൾക്കൊണ്ടിട്ടുള്ള നേതാവാണ് ആർ ബാലകൃഷ്ണപിള്ള. അദ്ദേഹം പറഞ്ഞ ഒരു ബാലപാഠം PC ജോർജ് എന്താ ചെയ്തത്? ഇടതുമുന്നണിയിൽ നിന്നപ്പോൾ നേരത്തെ CPM-ന്റെ അകത്ത് അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കിയില്ലേ? CPM-ന്റെ അകത്ത് VS അച്യുതാനന്ദന്റെ കൂടെ ചേർന്ന് നിന്നിട്ട് പിണറായിക്കെതിരെ പോരാടി. പിണറായിക്കെതിരെ അത് VS അച്യുതാനന്ദന്റെ യുദ്ധം എന്തിന് PC ജോർജ് ഏറ്റെടുത്തു? ഇപ്പോൾ ഇടതുമുന്നണിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് വീണ്ടും കഴിയാതെ വരുന്നതിന് കാരണം എന്താ? അതല്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ടും മുന്നണി രാഷ്ട്രീയത്തിൽ കേരളത്തിൽ രണ്ട് മുന്നണികൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ അച്യുതാനന്ദനായിരിക്കുമ്പോ പ്രതിപക്ഷത്തെ ഒരു MLA എന്തായാലും ഞാൻ കൊണ്ട് തെളിവ് കൊടുക്കേണ്ടതോ പരാതി കൊടുക്കേണ്ടതോ അച്യുതാനന്ദനാ, അല്ലാതെ ഏതെങ്കിലും പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് അല്ലെന്നുള്ള ബാലപാഠം ജേക്കബ് ജോർജ് ആദ്യം പഠിക്കുക. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഇപ്പോ PC ജോർജ് ആ കത്തിൻ്റെ കണ്ടന്റ് വെളിപ്പെടുത്തുകയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് കേരള കോൺഗ്രസ് M എന്നത് ഒരു പാർട്ടിയല്ല, ഒരു കോൺഫെഡറേഷൻ മാത്രമാണ്. പിന്നെ അതിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പും തമ്മിലുള്ള ഒരു ഡൈനാമിസത്തിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. സ്പീക്കർ എന്ന് പറയുന്ന ഒരു സാങ്കേതികത്വത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ കത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അത് എനിക്കതിനെ അറിയില്ല. കാരണം ആ ഭരണഘടന ഞങ്ങളാരും ഉണ്ടാക്കിയ ഭരണഘടനയല്ല. കേരള കോൺഗ്രസിന്റെ ഭരണഘടന 1964 മുതൽ ഞങ്ങൾ 975 അവസാനം വരെ ഒരു ഭരണഘടനയുള്ളൂ. അതിനുശേഷം ഉണ്ടായ ഭരണഘടനയെ പറ്റി എനിക്കറിയില്ല. അറിയാതെ ഞാൻ എങ്ങനെ അഭിപ്രായം പറയുന്നു? പക്ഷേ ജോർജിന് അത് അറിയാമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുമോ ഒരു കോൺഫെഡറേഷൻ എന്നുള്ള നിലയിൽ? അതാണല്ലോ നമ്മൾ മുന്നണി എന്ന് പറയുന്നത്. മുന്നണി എന്ന കാഴ്ചപ്പാടിലല്ല കേരള കോൺഗ്രസ് M പ്രവർത്തിക്കുന്നതെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അങ്ങനെ ഒരു ഭരണഘടന അതിനുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ജോർജിനെ അറിയത്തില്ല. പക്ഷേ ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത് എനിക്ക് ജോർജിനോട് സ്നേഹമുള്ള ആളാണ്, വളരെ സ്നേഹമുള്ള ആളാണ്. പണ്ടുപോലെ ഞങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസം ഒരിക്കലും ഉണ്ടാകാത്ത ആളാണ്. എനിക്കറിയില്ല ജോർജിനെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരള കോൺഗ്രസ് M-ൽ ജോസഫും ജയിച്ചു, ജോർജാണ് ആദ്യം ജയിച്ചത്. ജയിക്കാനാണ് ഞങ്ങളെ കൂടെ വിളിച്ചത്. ഞങ്ങൾ പോയില്ല. പറയട്ടെ. അപ്പൊ അങ്ങനെ ജയിച്ചതാണോ ഫെഡറേഷനാണോ എന്നുള്ള കാര്യം അതിന്റെ ഭരണഘടനയിലോ തീരുമാനത്തിലോ മിനിറ്റ്സിലോ എഴുതിയിട്ടുണ്ടോ എന്ന് അറിയാതെ ഞാനെങ്ങനെ അഭിപ്രായം പറയുക? അല്ല, അതൊരു ആരോപണം മാത്രമാണ്. അത്രയും ഒരു രാഷ്ട്രീയ ആരോപണമാണ്. ഇതേ PC ജോർജിനോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് കോൺഫെഡറേഷൻ ആണോ എന്ന്. അന്നേരം പറഞ്ഞിട്ടുണ്ട് അതല്ല, ഇത് 3 പാർട്ടികൾ ലയിച്ച ഒരു വലിയ പാർട്ടിയാണ് എന്നാണ് അന്ന് ജോർജ് അതിന് മറുപടി പറഞ്ഞത്. ഇപ്പോൾ അതൊരു രാഷ്ട്രീയ ആരോപണം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സ്പീക്കർ എന്ന് പറയുന്ന ഒരു സാങ്കേതികപരമായ പദവിയിലിരിക്കുന്ന ആൾ, ഒരു ഭരണഘടന പ്രാധാന്യമുള്ള ഒരു പദവിയിലിരിക്കുന്ന ആൾക്ക് ഈ രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു നടപടിക്രമം, അതായത് അയോഗ്യനാക്കുന്നതിനുള്ള നടപടിക്രമം തുടങ്ങുന്നതിന് മുമ്പ് ജോർജ് കത്തെഴുതുന്നതിന് എന്ത് പ്രാധാന്യം? അല്ല, അതൊരു കാര്യമുണ്ട്. സ്പീക്കർക്ക് നോക്കാൻ കഴിയുന്നത് നിയമപരമായി ഇങ്ങനെ പല പാർട്ടികളോ കോൺഫെഡറേഷനോ നിയമസഭയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പിന്നെ ബാലറ്റ് പേപ്പർ നമ്മുടെ നോമിനേഷൻ പേപ്പറിൽ തന്നെ പാർട്ടി അഫിലിയേഷൻ എഴുതി കൊടുക്കും. അങ്ങനെയാണല്ലോ സിമ്പൽ കിട്ടുന്നത്. സിമ്പൽ അലോട്ട് ചെയ്യും. നിയമസഭയിൽ ചെന്നാൽ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുന്ന ഫാറമുണ്ട്. ആ ഫാറത്തിനകത്ത് ഇന്ന പാർട്ടി എന്ന് എഴുതി കൊടുക്കും. സ്പീക്കർക്ക് അതിനപ്പുറം ഒന്നും നോക്കാൻ അവകാശമില്ല, നോക്കേണ്ട കാര്യമില്ല. സെൽഫ് ഡിക്ലറേഷനാണ്. അപ്പൊ ഇവര് സ്വാഭാവികമായും കേരള കോൺഗ്രസ് M എന്നായിരിക്കും എഴുതി കൊടുത്തേക്കുന്നത്. അതന്നെയായിരിക്കുമല്ലോ സംഭവിക്കുന്നത്. ശ്രീ PC ജോർജ്, അവസാനിപ്പിക്കട്ടെ. എന്തായാലും താങ്കൾ കേരള കോൺഗ്രസ് M-ന്റെ MLA ആണ്. നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് രാജിവെച്ച് പോവുക എന്നുള്ളതല്ലാതെ വേറൊരു സാധ്യതയില്ല എന്ന് അറിയാമെങ്കിൽ പോലും ധൈര്യം കാണിക്കാൻ മറ്റു വാദങ്ങൾ ഉയർത്തുക എന്ന് മാത്രമേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നീയേഷ് പറഞ്ഞത് തെറ്റാണ്. നിയമപ്രകാരം എന്നെ ഒന്നും ചെയ്യാൻ നിയമപരമായി മാണി ഗ്രൂപ്പിന് കഴിയില്ല. മാണി ഗ്രൂപ്പ് ഞാൻ സ്വയം പാർട്ടിയിൽ നിന്ന് പോയി എന്ന് പറയാൻ കഴിയില്ല. അവരെന്നെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അവരുടെ നയപരമായ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയും? എന്നെ അറിയിക്കാത്തടത്തോളം കാലം എനിക്കതിന് ഉത്തരവാദിത്വം ഇല്ല. എന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞാൻ കേരള എന്നാണ് താങ്കളുടെ വിലയിരുത്തൽ. വളരെ നന്ദി ശ്രീ PC ജോർജ്, ശ്രീ ആന്റണി രാജു, ഒപ്പം തന്നെ ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. വളരെ നന്ദി 8 അവറിൽ പങ്കെടുത്തതിന്.